ചീക്കനെ പിടിക്കണം. ഇത് പണി എനിക്ക് ശരി വരും. ഹായ് ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് എല്ലാവരും ചേർന്ന് പോകുന്നത് പട്ടത്തിപ്പാറയ്ക്കാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായി. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ചേർന്ന് പോവാണ്. അപ്പോൾ എങ്ങോട്ടാണ് പോവാന്നൊക്കെ പ്ലാൻ ചെയ്ത് വന്നപ്പോഴേക്കും 4 മണിയായി. അപ്പോൾ പോവാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായി ചിമ്മിണിക്കായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഇവിടെ വന്ന് ഫിക്സ് ചെയ്ത് വെച്ച് അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പോയതാണെങ്കിൽ മുല്ലൂർ കൂടിയിട്ടായിരുന്നു. അപ്പോൾ 2 ട്രെയിനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ നല്ലൊരു ബ്ലോക്ക് ആയിരുന്നു. അപ്പോൾ എന്തായാലും ട്രെയിൻ കാണുമ്പോൾ ഒരു കൗതുകം നമുക്ക് കൂടുതലാണല്ലോ. അപ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ നോക്കി കുറച്ച് നേരമൊക്കെ ഇരുന്ന് അങ്ങനെ ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് പിന്നെ നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുറത്തേക്കൊക്കെ നോക്കിയപ്പോൾ ആ ഒരു മെയിൻ റോഡ് എത്തിയപ്പോൾ പുറത്തൊക്കെ നോക്കിയപ്പോൾ നല്ല നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയൊക്കെ ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഇത്ര നാളിവിടെ ഉണ്ടായിട്ട് പോലും ഞാൻ ഇവിടേക്ക് വന്നിട്ട് പോലും ഇല്ല. അങ്ങനെ പുറത്തേക്കൊക്കെ നോക്കിയിരുന്നപ്പോൾ നല്ല മേഘത്തിൻ്റെ വ്യൂ ഉണ്ടായി. അതുപോലെ തന്നെ കുറേ തെങ്ങും തേങ്ങയും മാങ്ങ എല്ലാം ഉണ്ടായിരുന്നു അവിടെ അപ്പുറത്ത്. അപ്പോൾ വിൻഡോ സീറ്റ് കിട്ടി കഴിഞ്ഞാൽ പറയണ്ടല്ലോ, ഇതുപോലെയുള്ള കാഴ്ചകൾ നോക്കി തന്നെ നമ്മൾ ഇരിക്കുള്ളൂ. അങ്ങനെ നമ്മൾ ഫൈനലി അവിടെ എത്തിയേക്കാണ്. അപ്പോൾ നമ്മൾ പതുക്കെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മേലോട്ടേക്ക് കുറേ ഉണ്ടെന്നാണ് പറയുന്നുണ്ടായിരുന്നത് ഉള്ളിൽ കയറി. കാരണം നമുക്ക് ആർക്കും ഇവിടെ വന്നിട്ടുള്ള പരിചയമില്ലായിരുന്നു. അങ്ങനെ വഴിയിൽ വെച്ച് ഇങ്ങനത്തെ കുറേ മഞ്ഞപ്പൂവിനൊക്കെ കണ്ടിട്ടുണ്ട്. എനിക്ക് ഈ മഞ്ഞപ്പൂവാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതിനെ കണ്ടെങ്കിൽ ഞാൻ ഒരെണ്ണത്തിനെങ്കിലും പൊട്ടിക്കാണ്ട് വീടില്ല അവിടെ നിന്ന്. അങ്ങനെ കുന്ന് കയറാൻ ഞങ്ങൾ ആഞ്ഞു പിടിച്ച് അങ്ങോട്ട് നടന്ന്. ഇപ്പോഴേ നടന്നാൽ മാത്രമേ നമ്മൾ ഇരുട്ടിന് മുമ്പെങ്കിലും അവിടെ എത്തെങ്കിലും ചെയ്യുള്ളൂ. അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല രസമായിരുന്നു. ഫുള്ള് നല്ല കിളികളുടെ സൗണ്ട് പോലെ ആ ഒരു അരുവി ഇങ്ങനെ പോണേൻ്റെ കുറേ സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു അവിടെ നല്ലതായിട്ട്. പകുതി അങ്ങോട്ട് നടന്നപ്പോഴേക്കും ഞാനാകെ വയ്യാണ്ട്. എനിക്കിനി അധികം നേരം ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ പിന്നെ ശ്വാസം കിട്ടാത്ത പോലെയൊക്കെയാണ്. താഴെ നോക്കി നടന്നേക്ക് അവിടെ അട്ടയൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോഴേക്കും ഒരുത്തി അവിടെ നിന്ന്. എരി കയറ്റുന്നത് ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ഞാനും അങ്ങോട്ട് പറഞ്ഞു ചോര കുടിക്കുന്ന കുറേ അട്ടകളൊക്കെ ഉണ്ട്, കാലുമൊക്കെ എന്തായാലും കടിച്ച് ഇങ്ങനെ ചോരയൊക്കെ കുടിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും പിന്നെ തുടങ്ങി, നിങ്ങൾ ഇന്ന് എൻ്റെ അടുത്ത് നേരത്തെ പറയാഞ്ഞല്ലേ ഞാൻ അവിടെ വീട്ടിലിരിക്കില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് പകുതിയോളം എത്തി. പകുതി എന്ന് പറയാൻ പറ്റില്ല, ഇനിയും ഉണ്ട് കുറേ നടക്കാൻ വേണ്ടി. ഒരു കാൽഭാഗം തന്നെ എത്തിയിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ ഇതുപോലത്തെ 2 ഇലയൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്ത് വെച്ചു. ഇനി ഞങ്ങളൊക്കെ അങ്ങോട്ട് കുറച്ചും കൂടി നടക്കാനുണ്ട്. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്കോടെ ഇങ്ങനെ കുറേ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പോവാ കേട്ടോ. കേൾക്കുക പിടിക്കാം, കുപ്പിനെ പിടിക്കും. അതിലെ പോവല്ലേ, ഇതിലെ കയറിപ്പോയോ? പാറമോട്ടി പോണ്ടോ? അതല്ല വഴുക്കും പാറമോട്ടി പോയോ? അങ്ങനെ ഞങ്ങൾ ചെറിയൊരു അരുവിയൊക്കെ കടന്ന് അങ്ങനെ ഞങ്ങൾ മേലോട്ടേക്ക് ഇങ്ങനെ കയറി പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ചെറിയൊരു ഇത് കണ്ടപ്പോൾ അവിടെ കാലൊക്കെ കഴുകി ഞങ്ങൾ കയറി അങ്ങോട്ട് മേലോട്ടേക്ക് പോവുകയാണ്. ഇനിയും കുറേ നടക്കാനുണ്ട്. ഈ കുന്നിൻ്റെ മേലെ കൂടെ നടന്ന് അങ്ങോട്ട് പയ്യാണ്ടായി. ഒന്നാമത് ചെരുപ്പില്ലാണ്ടാണ് ഈ പോണത് തന്നെ. പിന്നെ ഇവിടെ വരുമ്പോൾ ആകെയുള്ളൊരു സീൻ എന്ന് വെച്ച് ഇങ്ങനെ ശ്രദ്ധിച്ച് കണ്ട് നടക്കണം. ഇടയിലൊക്കെ ഇങ്ങനെ നടക്കണം വഴിയിലൊക്കെ കുറേ കുപ്പിച്ചിലൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കാലിലൊക്കെ കയറും. പിന്നെ അവിടം വരെ നിൽക്കേണ്ടി വരും. പിന്നെ മേലോട്ടേക്ക് ഇങ്ങോട്ട് കയറി പോലും നടക്കില്ല. അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് വരുന്ന സമയത്ത് തന്നെ ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടാണ് നടക്കണ്ടായി. അപ്പോൾ ഇതിനെക്കൊണ്ട് വലിയ തൊയിരക്കേടായല്ലോ എന്ന്. ഇങ്ങനെ കുറച്ചും കൂടി നടന്നപ്പോഴേക്കും അവൾ എനിക്കൊരു മണ്ണെണ്ണ കുടീനെ കാണിച്ചു. എന്നാൽ പിന്നെ അതിനും കൂടി എടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ ക്യാമറ അങ്ങോട്ട് തിരിച്ച്. കണ്ടില്ലേ മണ്ണെണ്ണ കുടീനെ? നിങ്ങളെ നാട്ടിൽ ഇതിന് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ എന്തായാലും ഇതിനെ മണ്ണെണ്ണ കുടി എന്നാണ് പറയുക.
അതിൻ്റെ മേത്താണെങ്കിൽ നിറച്ച് ചെളിയായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റ് കളർ തന്നെ കാണായിരുന്നു. ഒരു കറുപ്പയും കുറേ മഞ്ഞക്കുത്തുകളൊക്കെയാണ് അതിൻ്റെ മേത്തുണ്ടാവുക. പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടുകാർ ഇതിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കത്തിച്ചിട്ടാണ് മണ്ണെണ്ണയൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഇതുപോലെയൊക്കെ ഇരിക്കും നിങ്ങളുടെ വീട്ടുകാരിങ്ങനെ നിങ്ങളെയും പറ്റിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ഇത്രയും മേലോടി നമുക്ക് പിന്നെയും നടക്കാനുണ്ട്. നമ്മൾ ആഞ്ഞു പിടിച്ച് അങ്ങോട്ട് നടക്കാം. അപ്പോൾ ഒരു വള്ളിയിലും കയറി പിടിക്കരുതെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് കിട്ടേണ്ടിരുന്നത്. പക്ഷെ വള്ളിയിൽ പിടിച്ചല്ലേ ശീലമുള്ളൂ. ആലയും കുത്തി കിടക്കാനാണെങ്കിൽ ഭാഗ്യം. ഇത് കണ്ട് ആരും അനുകരിക്കരുത്. നടന്നോ ചേച്ചി, നടന്നോ. ആ ചേട്ടൻ അവിടെ ഉണ്ട്. അവിടെ ഉണ്ടെന്ന് തല കിട്ടാവും ഇനിയിപ്പോ. ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ഇരുട്ടുള്ളതാണല്ലോ, കാടല്ലേ. അപ്പോൾ നമ്മൾ ഫ്ലാഷ് ലൈറ്റൊക്കെ അടിച്ചിട്ട് അങ്ങോട്ട് ചെറുതായിട്ടൊക്കെ അങ്ങനെ പതുക്കെ അങ്ങോട്ട് പോകാൻ നോക്കി. കാരണം നമ്മൾ 2-3 തോട് കിടന്നിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ടഫായിരുന്നു കിടക്കാൻ. പിന്നെ ഈ ചെരുപ്പില്ലാണ്ട് നടക്കണ പിന്നെ പറയണ്ട. ഇടയിൽ ഇങ്ങനെ കുറേ മുള്ളുകൾ ഓരോന്നൊക്കെ ഉണ്ടായിരുന്നു, കുറേ കമ്പിൻ്റെയൊക്കെ. അപ്പോൾ അതൊക്കെ കാലം തറക്കിലായിട്ടുണ്ടായിരുന്നു. നടന്നു പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ചില സ്ഥലത്തൊക്കെ എത്തുമ്പോൾ ചെറുതായിട്ടൊരു താഴ്ച പോലെയൊക്കെ തോന്നും. അങ്ങനെ കാണുമ്പോൾ നമുക്ക് മഞ്ഞുമൽ ബോയ്സ് സിനിമ ഓർമ്മ വരണതാണ് ഓർമ്മ വരാം.
ഈ ഒരു ഭാഗത്തായിരുന്നു കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കടക്കാൻ വേണ്ടിയിട്ട്, കാരണം നല്ല ഒഴുക്കുണ്ടായിരുന്നു അവിടെ ഭയങ്കരമായിട്ട്. പിന്നെ രാത്രിയാകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, അപ്പോൾ നമുക്ക് പതുക്കെ തന്നെ പോകാൻ പറ്റുള്ളൂ. നമ്മളാണെങ്കിൽ ഓരോ സൈഡിൽ കൂടെ ഇങ്ങനെ ചവിട്ടുമ്പോഴൊക്കെ ആണെങ്കിൽ തെക്കി തെക്കി നോക്കിയിട്ടാണ് ചവിട്ടണുള്ളൂ, കാരണം നമുക്ക് പേടിയാണല്ലോ, വല്ല കുഴിയിലൊക്കെ പോയി വീടെങ്കിൽ സീനാണ്. നല്ല ഇരുട്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലാഷ് അടിക്കാണ്ട് ഒട്ടും നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ നോക്കിയും കണ്ട് നടന്നില്ലെങ്കിൽ കാലുമൊക്കെ എന്തെങ്കിലും കയറുകയും ചെയ്യും. ഇതിലെന്തായാലും സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുമ്പോൾ നല്ല ഇരുട്ടായിരിക്കും കാണുന്നുണ്ടാവും, പക്ഷെ നമുക്ക് എന്നാലും ചെറുതായിട്ടൊക്കെ കാണുന്നുണ്ടായിരുന്നു. അതിൽ കൂടെയാണ് പോകുന്നുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഫോണൊക്കെ ഇങ്ങോട്ട് വാങ്ങിച്ചെടുത്തു, കാരണം ബാഗിലായിരുന്നു നമ്മൾ ഫോണൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. നടന്നപ്പോഴേക്കും എന്നെ ഭയങ്കരമായിട്ട് വയ്യാണ്ടായി പോയി. വെള്ളമാണെങ്കിൽ കഴിയുകയും ചെയ്തു. വീഡിയോയിലിടാൻ നല്ല പല്ലാണ് വന്നതില്. എടി നോക്കര് ഒരു രസം വേണ്ടേ. കാല് പൊട്ടി. നീ അതിലിറങ്ങി വന്നോടി. ആ ഡോറ പോയേ വേഗം. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് അവിടെ നിന്ന് പോയി. അവിടെ ആണെങ്കിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യണ സ്ഥലത്താണെങ്കിൽ കുറച്ച് സ്ഥലമുള്ളൂ. ചെറിയൊരു വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് എങ്ങനെയെങ്കിലും തിരിക്കുന്നു, പക്ഷെ ഇങ്ങനത്തെ ഒരു വലിയ വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ പാടായിരുന്നു തിരിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ ഇരിങ്ങാലക്കുടക്ക് എത്തി. ഇരിങ്ങാലക്കുട എത്തിയപ്പോൾ എന്തെങ്കിലും കുടിക്കാമെന്ന് ചോദിച്ചു, കാരണം ഭയങ്കരമായിട്ട് ദാഹിച്ചിട്ട് പോയിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ഷെയ്ക്കായിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ടാണ് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് കയറി. അങ്ങനെ അവരൊക്കെ ഓരോന്ന് അങ്ങോട്ട് ഓർഡറൊക്കെ ചെയ്യുകയും ചെയ്തു. ഞാനാണെങ്കിൽ ഒരു വാട്ടർമെലൺ ജ്യൂസ് അങ്ങോട്ട് പറയുകയും ചെയ്തു. എനിക്ക് വേറൊരു സാധനം കഴിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല, അത് കാരണം ഞാനതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവിടെ എന്തായാലും ഒരു 15 മിനിറ്റൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോഴേക്കും ഒരു സാധനമൊക്കെ കൊണ്ടുവന്നു. പിന്നെ കഴിക്കാനുള്ള കുറച്ച് മിനിറ്റാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി അവിടെ നിന്ന്. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്കാണ് ഇനി പോണത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സ്പോട്ടിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പോകണത് തന്നെയാണ് ഏറ്റവും നല്ലത്, കാരണം നമുക്കിന്ന് ഫുള്ളും കാണാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയും മേലോട്ടേക്ക് പോകാമായിരുന്നു, ശരിക്കും ഇതിൻ്റെ ആ ഒരു വ്യൂ പോയിൻ്റൊക്കെ കാണാൻ പറ്റിയിരുന്നത്. പക്ഷെ നമ്മൾ നേരം വൈകി പോയില്ലേ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുമ്പോഴേക്കും ടാറ്റാ.